നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ CPM പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച തീരുമാനം ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ എടുത്തേക്കും. കുറച്ചു കാലമായി പാർട്ടി നേതൃത്വത്തിന്റെ കണ്ണിലെ കരടാണ് അദ്ദേഹം. പാർട്ടിയിൽ തഴയപ്പെട്ടപ്പോൾ പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അദ്ദേഹം. നേരത്തെ യുവതീ പ്രവേശന കാലത്ത് തന്നെ പാർട്ടി നിലപാടിൽ നിന്നും വ്യതിചലിച്ചതിന്റെ പേരിൽ പിണറായിയുടെ ഗുഡ് ബുക്കിൽ നിന്നും പുറത്തായിരുന്നു പത്മകുമാർ. ഈ സാഹചര്യത്തിൽ പത്മകുമാറിനെ പാർട്ടി പൂർണ്ണമായും കൈവിടാനാണ് സാധ്യത. ആ സൂചനയാണ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും ഉണ്ടായത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയും പത്മകുമാറിന്റെ അറസ്റ്റും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് ഉറപ്പായി. പാർട്ടി ഉന്നത നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള പത്മകുമാറിന്റെ അറസ്റ്റ് പ്രതിപക്ഷവും BJPയും പ്രചരണ വിഷയമാക്കും. പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയാകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്വർണ്ണക്കൊള്ള തിരിച്ചടിയാകില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് CPM. ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വം ജീവനക്കാരെയും ചുറ്റിപ്പറ്റി വളർന്ന കേസ് CPM ബന്ധമുള്ള N വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറി. പത്മകുമാറിന്റെ അറസ്റ്റോടെ ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയം ആവുകയാണ്. ഈ വിഷയം സമ്പൂർണ്ണ അവസരമാക്കി മാറ്റാനുള്ള നീക്കത്തിലാണ് BJPയും കോൺഗ്രസും. അറസ്റ്റിന് പിന്നാലെ UDF നേതൃത്വം ഒറ്റക്കെട്ട് സർക്കാരിനെയും CPMനെയും വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും പത്മകുമാറിന്റെ അറസ്റ്റ് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്ന് LDFന് ആശങ്കയുണ്ട്. വാസുവിന്റെയും പത്മകുമാറിന്റെയും പാർട്ടി ബന്ധം ഒരു തരത്തിലും നിഷേധിക്കാൻ ആകാത്തതിനാൽ CPIM ആണ് പ്രതികൂട്ടിലാകുന്നത്. പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള കൂടുതൽ പേർ അന്വേഷണ വലയിലേക്ക് വരുമോ എന്ന ആശങ്കയും ഇടത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ രാഷ്ട്രീയ ബന്ധമുള്ളവരുടെ അറസ്റ്റ് തിരിച്ചടി ഉണ്ടാകുമെങ്കിലും അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീണ്ടുപോകാതിരിക്കാൻ സഹായിച്ചേക്കുമെന്നാണ് CPIMന്റെ പ്രതീക്ഷ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടായാൽ തന്നെ പ്രചാരണം നടത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻപ് അത് മറികടക്കാൻ ആകുമെന്നും CPIM പ്രതീക്ഷിക്കുന്നു. പ്രാദേശിക വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിവാദം വലിയ ആഘാതമുണ്ടാക്കിയില്ലെന്നും CPM കരുതുന്നുണ്ട്. അതേസമയം പത്മകുമാറിന്റെ മൊഴിയിൽ വിശദമായ അന്വേഷണത്തിന് SIT ഒരുങ്ങുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് നൽകിയ അപേക്ഷയിലാണോ കട്ടളപ്പാളി കൊണ്ടുപോകാനാണോ തീരുമാനത്തിലേക്ക് കടന്നത് എന്നാണ് പരിശോധിക്കുന്നത്. പത്മകുമാറിന്റെ ചോദ്യം ചെയ്യാനായി വൈകാതെ കസ്റ്റഡി അപേക്ഷ നൽകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വെട്ടിലാക്കുന്നതാണ് പത്മകുമാറിന്റെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ തുടർ നടപടി സ്വീകരിച്ചതെന്നാണ് പത്മകുമാർ വ്യക്തമാക്കുന്നത്. അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ഇക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നോ എന്നാണ് SIT പരിശോധിക്കുക.